ദില്ലി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് 3 പേരെ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തതോടെ കേസന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. രാജ്യത്തിനകത്തും അതിർത്തിക്ക് അപ്പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടിത ഭീകര ശൃംഖലയുടെ ഇരുണ്ട ചിത്രമാണ് ഇതോടെ വെളിച്ചത്തായിരിക്കുന്നത്. ഹരിദ്വാറിലെ ഒരു മസ്ജിദിലെ മതപണ്ഡിതൻ ഉൾപ്പെടെയുള്ള 3 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ കേസിലെ പ്രതി ഉമർ നബിയുടെ ഫോൺ രേഖകൾ വിശദമായി പരിശോധിച്ചതിലൂടെയാണ് ഇവരുടെ ബന്ധം അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ സാധിച്ചത്. പിടിയിലായവർക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ഹാൻഡിലർമാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇതൊരു സാധാരണ ക്രിമിനൽ സംഘമല്ലെന്നും കൃത്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു വൈറ്റ് കോളർ ഭീകര നെറ്റ്വർക്ക് ആണെന്നും സൂചനകൾ ലഭിച്ചു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ശൃംഖലയുടെ വേരുകൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും നീളുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നു. ഈ ഭീകര ശൃംഖലയുടെ മുഖ്യ ആസൂത്രകൻ ഉക്കാസ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ആണെന്ന് അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞു. കർണാടക സ്വദേശിയായ ഇയാൾ 2012 ഒരു ഭീകരവിരുദ്ധ കേസിന് ശേഷം രാജ്യം വിട്ടയാളാണ്. 2020 മുതൽ ഉമർ മുസമ്മൽ എന്നിവരുമായി ഉക്കാസ ആശയവിനിമയം നടത്തിയിരുന്നു. അറസ്റ്റിലായ ആദിലിന്റെ സഹോദരനായ മുസാഫിറിനെ ഉപയോഗിച്ചാണ് ഇയാൾ കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്തതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഉക്കാസയുടെ നിർദ്ദേശപ്രകാരം ഭീകരർ ചാവേർ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഒരു പ്രതി ഇയാളുടെ സഹായത്തോടെ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കാനും ശ്രമിച്ചു. ഫരീദാബാദ് മൊഡ്യൂൾ രാജ്യവ്യാപകമായി ഉക്കാസ ആസൂത്രണം ചെയ്ത ശൃംഖലയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് നിലവിലെ അറസ്റ്റുകൾ സ്ഥിരീകരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും ഡ്രോൺ സ്ട്രൈക്ക് സംരക്ഷണ സംവിധാനം സ്ഥാപിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. അതേസമയം അൽ ഫല സർവകലാശാലയ്ക്ക് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും റിപ്പോർട്ട് വരുന്നുണ്ട്. ന്യൂനപക്ഷ പദവി എടുത്ത് കളയാതിരിക്കാൻ കാരണം വ്യക്തമാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഓരോ അറസ്റ്റിലും ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഭീകരവലയം പ്രതീക്ഷിച്ചതിലും വലുതാണെന്ന സത്യമാണ് കൂടുതൽ വ്യക്തമാവുന്നത്. മുഖ്യ സൂത്രധാരനിലേക്ക് അന്വേഷണ ഏജൻസികൾ അടുക്കുമ്പോൾ ഭീകരതയ്ക്കെതിരായുള്ള ഇന്ത്യയുടെ ഈ പോരാട്ടം ദില്ലിയിലെ തെരുവുകളിൽ നിന്ന് ആഗോള ഭീകര ഭൂപടത്തിലേക്ക് തന്നെ വഴിമാറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.